മൊഡ്യൂൾ 1 പാർട്ട് 3 സെക്ഷനാണ് ഞാനിന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിൽ റിലേഷൻ എന്താണെന്നുണ്ട്, പിന്നെ അതേപോലെ എക്സാമ്പിൾസ് ഉണ്ട്. റിലേഷൻ്റെ എക്സാമ്പിൾസ് നമ്മൾ എങ്ങനെയാണത് കണ്ടെത്തുക എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ അത് 2 പ്രൂഫ് കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിലേഷൻ എന്താണ്, എങ്ങനെയാണ് നമ്മളത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത് നോക്കൂ. Let x and y be two sets in a relation R from x to y is a subset of the Cartesian product of x and y, that is x cross y. അതായത് എക്സ് വൈ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ 2 സെറ്റ് ഉണ്ട്. നമ്മൾ എക്സ് ടു വൈ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു റിലേഷൻ കണ്ടെത്തി. അതിനുശേഷം നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ, അതായത് എക്സ് ക്രോസ് വൈയുടെ സബ്സെറ്റ് ആണ് നമ്മുടെ ഈ റിലേഷൻ ആർ എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ എക്സാമ്പിൾ ഏതാ നോക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കാം. അതായത് ഈ ആർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എക്സ് ടു വൈ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആറിൽ കണ്ടെയ്ൻ ചെയ്യുക, എന്താണ് ആർ അല്ലെങ്കിൽ എന്താണ് റിലേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ആർ എന്ന് പറയുന്നത് ഒരു സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഓർഡേർഡ് പെയർസ് ആയിരിക്കും. അതായത് നമ്മുടെ സെറ്റ് എക്സിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും, അതേപോലെ സെറ്റ് വൈയിലുള്ള എലമെൻ്റ് ആയിരിക്കും എന്ത്, സെക്കൻഡ് എലമെൻറ്റ്. ഇങ്ങനെ കാണുന്ന ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ആർ എന്ന് പറയുക, അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, 1,3 അല്ലെങ്കിൽ 1,5 2,3 എന്നൊക്കെ പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്തിനു എഴുതുക, ഓർഡേർഡ് പെയേഴ്സിന് എഴുതുക. അതാണ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് +1 +2 പഠിച്ചിട്ടില്ലേ. നമ്മൾ ഈ രീതിക്കാണ് ഓർഡേർഡ് പെയേഴ്സിന് എഴുതുക. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് നോക്കൂ, ഇഫ് എക്സ് ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദെൻ വൈ ഈക്വൽ ടു 3 to 5 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും നമ്മുടെ റിലേഷൻ എക്സ് ടു വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കണ്ടു. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണാം, അതായത് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു, ഫസ്റ്റ് എലമെൻറ്റ് കോമ നമ്മുടെ വൈയുടെ ഫസ്റ്റ് എലമെൻറ്റ്, അത് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതി 1,3 എന്ന് പറഞ്ഞു എഴുതി. അടുത്തത് എന്താണ്, ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് കോമ ഇതിലെ സെക്കൻഡ് എലമെൻറ്റ്, അപ്പോൾ 1,5 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ 2,3 കൊടുക്കുക, അത് തേർഡ് എലമെൻറ്റ്, 2,5 കൊടുക്കുക, അത് നമ്മുടെ ഫോർത്ത് എലമെൻറ്റ്. അങ്ങനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക. ഈ രീതിക്കാണ് നമ്മൾ 2 സെറ്റിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നൊക്കെ രീതിയിൽ എഴുതുന്നത്. ഈ രീതിക്കാണ്. അങ്ങനെ നമ്മൾ സെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതി. നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എന്ന രീതിക്കൊക്കെ പറയും. നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ് ഇത്. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് റിലേഷൻ എഴുതണം. റിലേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്ത്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ലെസ് ദാൻ വൈ എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതെന്താ, അതായത് ഇത് 1 3 ആണ്, 1,3 ആണെന്ന് മനസ്സിലായേ. അപ്പോൾ ഇതിൽ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് എക്സും ഇത് വൈയും ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 1 ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ നമുക്കതിനെ റിലേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്താ എഴുതുക, നമുക്കത് റിലേഷനാക്കിയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ആർ ഈക്വൽ ടു 1,3, ഇത് എക്സ് ലെസ് ദാൻ വൈ ആണോ, അതായത് 1 ലെസ് ദാൻ 3 ആണോ, ആണ്, റെഡിയാണ്. അതേപോലെ ഇത് 1 ലെസ് ദാൻ 5 ആണ്, 2 ലെസ് ദാൻ 3 കറക്റ്റാണ്. പിന്നെ അതേപോലെ 2 ലെസ് ദാൻ 5 കറക്റ്റാണ്. പിന്നെ 3 ലെസ് ദാൻ 5ഉം കറക്റ്റാണ്. ഇതിൽ പിന്നെ ഏതാ കറക്റ്റ് അല്ലാതെ വരുന്നത്, 3,3 കറക്റ്റ് അല്ല. കാരണം എന്താ, 3 ലെസ് ദാൻ 3 ആണോ, അല്ല. അപ്പോൾ നമുക്കതിനെ റിലേഷനാക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എക്സ് ക്രോസ് വൈയുടെ അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റാണ് നമ്മുടെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്, അല്ലേ. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ 3,3 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3,3 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റാണ് നമ്മുടെ ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഈ റിലേഷനിൽ നമുക്ക് എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതിയത്, ഈ ഒരു റിലേഷൻ കണ്ടെത്തിയത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാവും. അതേപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞു, റിലേഷൻ അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് എങ്ങനെ എഴുതുക, നമ്മുടെ എക്സിലുള്ള ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ വൈയിലുള്ള എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റുമായിട്ട് നമ്മൾ എഴുതും നമ്മുടെ ഓർഡേർഡ് പെയറിൽ. കണ്ടോ, ഈ രീതിക്കാണ് നമ്മൾ റിലേഷൻ എഴുതുക. മനസ്സിലായോ? ജസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു എക്സാമ്പിളൊക്കെ എഴുതി നോക്കുക, എങ്ങനെയാണ് റിലേഷൻ എഴുതുക, എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതുക, ഇതിൻ്റെ സബ്സെറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കൂ കേട്ടോ. ഇത് വളരെ ചെറിയൊരു പോയിൻ്റാണ്, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണെന്നൊക്കെ. ഒരു റിലേഷനിൽ ഡൊമെയിൻ എന്തായിരിക്കും, റേഞ്ച് എന്തായിരിക്കും എന്നൊക്കെയാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡോം ഓഫ് ആർ ആൻഡ് റേഞ്ച് ഓഫ് RAN എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. RAN ഓഫ് ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ അതിന് യൂഷ്വലി ഡിനോട്ട് ചെയ്യാറ്. നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൊമെയിൻ എന്താ, റേഞ്ച് എന്താണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും.
ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് റിലേറ്റഡ് ടു വൈ. ഈ എക്സ് ആർ വൈ എന്ന് കൊടുക്കുന്നത് എക്സ് റിലേറ്റഡ് ടു വൈ എന്നാട്ടോ നമ്മൾ പറയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2x ഈക്വൽ ടു വൈ, എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി, ഫൈൻഡ് ദ എലമെൻറ്റ്സ്, ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. അപ്പോൾ നമുക്കിവിടെ എ കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്, ഇത് 1 to 4 വരെ കൊടുത്തിട്ടുണ്ട്, 5 to 8 വരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ എയും ബിയും എന്ന് പറഞ്ഞ് 2 സെറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ റിലേഷൻ എഴുതാണ്. റിലേഷൻ എഴുതുമ്പോൾ ഒരു കണ്ടീഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2x ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3,6 വരും, അതേപോലെ 4,8 വരും. നോർമലി നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാം? എത്രത്തോളം എലമെൻറ്റ്സ് വരും? ആദ്യം 1,5 വരും, പിന്നെ 1,6 വരും, പിന്നെ 1,7 വരും, 1,8 വരും, പിന്നെ 2,5 വരും, 2,6 വരും, 2,7, 2,8 ഇതൊക്കെ നമ്മൾ ഓർഡർഡ് പെയർ ആയിട്ട് എഴുതാം. പിന്നെ 3,5 അതൊരു ഓർഡർഡ് പെയർ, 3,6 ഒരു ഓർഡർഡ് പെയർ. ഈ രീതിക്കാണ് നമ്മൾ അവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് ഒരു വലിയ റിലേഷൻ, ഒരുപാട് നമ്പേഴ്സുള്ള, ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള റിലേഷൻ നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2x ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അത് സാറ്റിസ്ഫൈഡ് ആവുന്നത് മാത്രമേ നമുക്ക് റിലേഷനിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക, റിലേഷൻ കംപ്ലീറ്റ് എഴുതി നോക്കിയിട്ട് ഇത് കറക്റ്റാണോ എന്നുള്ളത് നോക്കാം. സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ഈ ഒരു ഇക്വേഷൻ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളിത് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ ആർ ഈക്വൽ ടു 3,6, 4,8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇതിൽ ഡൊമെയിൻ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. അതായത് നമ്മുടെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് എന്ത്? 3. അതിന് നമ്മൾ ആദ്യത്തെ ഡൊമൈൻ ആയിട്ട് എഴുതി. പിന്നെ അടുത്തത് 4 ആണ് രണ്ടാമത്തെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. അത് നമ്മുടെ ഡൊമൈനാണ്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞു വരുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അതുകൊണ്ട് ഇവിടെ 6ഉം ഇവിടെ 8ഉം ആണ് നമുക്ക് എന്ത് കിട്ടിയത്? റേഞ്ച് ആയിട്ട് കിട്ടിയത്. ഇങ്ങനെയാണ് നമുക്കൊരു എന്താ പറയുക, 2 സെറ്റ്സ് തന്ന് അതിൻ്റെ റിലേഷൻ കണ്ടെത്തുക, അതിന് കൂടെ നമ്മൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടെത്തുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇൻവേഴ്സ് ഓഫ് എ റിലേഷനാണ്. എന്തായിരിക്കും ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിതിനെ ആർ എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു -1 എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുക്കുക. ഇങ്ങനെയാണ് ഇൻവേഴ്സ് എന്ന് നമ്മൾ എഴുതുക. അപ്പോൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ്. അതായത് y,x നമുക്ക് x,y എന്ന് മാറ്റി എഴുതാൻ പറ്റും. അല്ലെങ്കിൽ x,y-നെ y,x എന്നാക്കിയിട്ട് മാറ്റി എഴുതുക. ഇതാണ് എന്ത്? നമ്മുടെ ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1 to 3, 2 to 5 ആൻഡ് 4 to 7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെഴുതി? റിലേഷൻ എഴുതി, ആർ എഴുതി. നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എ ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ആർ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്കിവിടെ റിലേഷൻ തന്നിരിക്കുന്നത് 1 to 3 ആണ്. സോ നമ്മൾ 3,1 എഴുതാം. പിന്നെ 2,5 തന്നിരിക്കുന്നത്. സോ 5,2 കൊടുക്കാം. പിന്നെ 4,7 തന്നിരിക്കുന്നത്. 7,4 കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണാം? ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ കാണാം. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി അടുത്തത് കമ്പൈനിങ് റിലേഷനാണ്. അതായത് കമ്പൈനിങ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 റിലേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് യൂണിയൻ, ഇൻറ്റർസെക്ഷൻ, പിന്നെ ഡിഫറൻസ്, അങ്ങനെ പല രീതിക്ക് നമുക്കിതിനെ കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. ഫസ്റ്റ് നമുക്കൊരു സെറ്റ് വന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1 2 3 4 എന്ന് പറഞ്ഞ്, പിന്നെ നമ്മുടെ ആർ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ വന്നിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞിട്ട് വേറെ റിലേഷൻ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി നോക്കൂ. അതിനുശേഷം ഇതിനെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ആർ യൂണിയൻ എസ് എന്ന് പറഞ്ഞു കൊടുത്തു. അതെന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാണോ വരുന്നത് കംപ്ലീറ്റ് ആ എലമെൻ്റ് എടുത്തിട്ട് എഴുതുക. നമ്മൾ നമ്മുടെ സെറ്റിൽ പഠിച്ചിട്ടില്ലേ? സെറ്റിലിപ്പോൾ എ ഈക്വൽ ടു 1,2, അതേപോലെ ബി ഈക്വൽ ടു 2,3 ഇങ്ങനെയാണെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ടല്ലേ എ യൂണിയൻ ബി വരിക. സോ അതേപോലെ തന്നെയാണ് നമ്മുടെ റിലേഷനിൽ വരുന്നത്. കംപ്ലീറ്റ് ആ എലമെൻറ്റ്സ് നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, അതിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. ഇവിടെയും 1,1 ഉണ്ട്, ഇവിടെയും 1,1 ഉണ്ട്. സോ അത് 2 തവണ എഴുതണ്ട, ഒറ്റ തവണ എഴുതിയാൽ മതി. അങ്ങനെ നമ്മൾ ആർ യൂണിയൻ എസ് എഴുതി. ഇനി ആർ ഇൻ്റർസെക്ഷൻ എസ് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ആർ ഇൻ്റർസെക്ഷൻ എസ്, നമ്മുടെ സെറ്റിലുള്ള പോലെ തന്നെ. സോ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന 2 എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ 2 ഓർഡേർഡ് പെയർസ് ആണെന്ന് പറയാൻ പറ്റും. എന്ത്? 1,1ഉം 2,3ഉം. ഇനി അടുത്ത R-S ആണ്. R-S എന്ന് പറയുമ്പോൾ എന്താ? ആറിലുണ്ട്, എസ്സിലില്ല എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആണ്. ഇതിൽ നോക്കി നോക്കൂ. 1,4ഉം അതേപോലെ 3,4ഉം ആണ് എന്ത് വരുന്നത്? ആറിലുണ്ട്, എന്നാൽ എസ്സിലില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും 2 റിലേഷനെ തമ്മിൽ. ആറും എസ്സും ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർ യൂണിയൻ അല്ലെങ്കിൽ ആർ ഇൻ്റർസെക്ഷൻ എസ്, പിന്നെ R-S എന്നൊക്കെ പറഞ്ഞ് പല രീതിക്ക് നമുക്കിതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഈ അടുത്തതാണ് കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. നമ്മളിത് +2 ആയിക്കോട്ടെ ഡിഗ്രിക്ക് ആയിക്കോട്ടെ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. റിലേഷൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക ഈ രീതിക്കാണ്. ആർ കോമ്പോസിഷൻ എസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഈ രീതിക്കാണ്. ഇതൊന്നും കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷേ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതേപോലെ ചെറിയൊരു നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ
ദ കോമ്പോസിഷൻ ഓഫ് എ റിലേഷൻ ആർ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് ആർ നോട്ട് ആർ, അല്ലെങ്കിൽ ആർ കോമ്പോസിറ്റ് ആർ, അല്ലെങ്കിൽ ഇതിനെ ആർ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ആർ ക്യൂബ് ഈ രീതിക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് വരിക. ഇനി ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. ഇവിടെ നമുക്ക് എ ഈക്വൽ ടു 1 2 3 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർ എസ് എന്ന് പറഞ്ഞ് 2 റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആർ നോട്ട് എസ് കണ്ടുപിടിക്കണം, എസ് നോട്ട് ആർ കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് 2 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ആർ കോമ്പോസിറ്റ് എസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതിനെ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ എക്സ് കോമ വൈ ആൻഡ് വൈ കോമ സെഡ് ആണെങ്കിൽ നമുക്ക് എക്സ് കോമ സെഡ് എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കി നോക്കൂ, ആർ കോമ്പോസിറ്റ് എസ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ 2 റിലേഷൻ്റെ കോമ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നോക്കുക, ഇത് എക്സ് കോമ വൈ ദെൻ വൈ കോമ സെഡ് ആണെങ്കിൽ എക്സ് കോമ സെഡ് എന്ന് എഴുതാൻ പറ്റും. അതായത് 1 3 ആണ് ഇവിടെ ഉള്ളത്. ഇനി 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മുടെ എസ്സിലുള്ളത് നോക്കാം. സോ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഫസ്റ്റ് വരുന്നത്, ഇതാണ് ഒരു ഓർഡർഡ് പെയർ. സോ 3 1 അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, 1 1 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത് നോക്കി നോക്കൂ, 2 4 ഈ 4 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് നമ്മുടെ ഈ ഒരു എസ്സിലുള്ളത്, 4 3 ഉണ്ട്, 4 1 ഉണ്ട്. അപ്പോൾ ഇതെന്താണ് 2 4 ദെൻ 4 3, അങ്ങനെയാണെങ്കിൽ 2 3 എന്ന് എഴുതാൻ പറ്റും. ഇനി 2 4 ദെൻ 4 1 അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, 2 1. ഓക്കെ, പിന്നെ ഇവിടെ എന്താ 1 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മുടെ എസ്സിലുള്ളത്, 2 3, അങ്ങനെയാണെങ്കിൽ 1 2 2 3 ആണെങ്കിൽ 1 3 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ആർ നോട്ട് എസ് എഴുതാം. നോക്കി നോക്കൂ. ഇനി അടുത്ത് എസ് നോട്ട് ആർ ആണ്, അതായത് നേരെ തിരിച്ച് 3 1 ആണെങ്കിൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ നോക്കുക. ഇവിടെ 1 3 ഉണ്ട്, 1 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 1 ദെൻ 1 3 ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, 3 3 എന്ന് എഴുതാം. അതേപോലെ 3 1 ദെൻ 1 2 ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, 3 2. അങ്ങനെ നമ്മൾ എന്ത് എഴുതാം, ആർ കോമ്പോസിറ്റ് എസും എസ് കോമ്പോസിറ്റ് ആറും കണ്ടുപിടിക്കാം. ഇനി ഇതിവിടെ ചോദിച്ചിരിക്കുന്ന പോലെ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ആർ ഈ രീതിക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ആർ ഈ രീതിക്കും ചോദിക്കാൻ പറ്റും. അപ്പോൾ ആർ കോമ്പോസിറ്റ് എസ് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടാവും. അത് കോമ്പോസിറ്റ് നമ്മുടെ ഈ ഒരു റിലേഷൻ, അതായത് ഇവിടെ 1 1 കൊടുത്തിട്ടുണ്ട്. ദെൻ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ആറിലുള്ളത് നോക്കുക. അവിടെ 1 3 ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ആർ, അതായത് ആദ്യം ഈ റിലേഷൻ നമ്മൾ ചൂസ് ചെയ്യാം. 1 3 ദെൻ 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എസ് കോമ്പോസിറ്റ് ആറിൽ ഏതൊക്കെയാണ് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എഴുതാം. അങ്ങനെയാണ് നമ്മുടെ കോമ്പോസിഷൻ കണ്ടെത്തുക. ഇനി ഇതോടെ ചെറിയൊരു നോട്ട് പറയുന്നുണ്ട്, അതെന്താ നോക്കൂ. ആർ കോമ്പോസിറ്റ് എസ് നോട്ട് ഈക്വൽ ടു എസ് കോമ്പോസിറ്റ് ആർ, അതായത് കോമ്പോസിഷൻ ഓഫ് എ റിലേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷെ നമുക്ക് അസോസിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഈ കോമ്പോസിഷൻ ഓഫ് എ റിലേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതിൻ്റെ ഒരു തിയറും പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷെ അസോസിയേറ്റീവ് ആണ്. ഇനി നമുക്ക് ഈ തിയറം നോക്കി നോക്കാം. അതായത് കോമ്പോസിഷൻ ഓഫ് എ റിലേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു ആർ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ചൂസ് ചെയ്തു, അത് എക്സ് ടു വൈ ആണ്. ദെൻ എസ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ചൂസ് ചെയ്തു, അത് വൈ ടു സെഡ് ആണ്. പിന്നെ ടി എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ചൂസ് ചെയ്തു, അത് സെഡ് ടു യു ആണ്. ഈ എക്സ് വൈ അതേപോലെ സെഡ് യു എന്നൊക്കെ പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. ഓക്കെ, അതിന് നമ്മൾ സെറ്റുകളാണ്, ഓരോരോ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ എക്സും വൈയും ഒക്കെ. ഈ ആർ അതേപോലെ എസ് ടി എന്നൊക്കെ പറയുന്നത് റിലേഷനാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, പ്രൂവ് ദാറ്റ് ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി ഈക്വൽ ടു ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി. ഈ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചൂസ് ചെയ്തു, ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ എക്സും യു ഒക്കെ, എന്താ എക്സും യു എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതിയതുകൊണ്ട് തന്നെ എലമെൻറ്റ്സ് ആണ്. സ്മോൾ ലെറ്ററിൽ എഴുതുന്നതിനെ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, അതിനെ സെറ്റ് എന്നാ പറയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ എക്സും യു എന്നൊക്കെ പറയുന്ന എലമെൻറ്റ്സ് എവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്, ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടിയിലാണ് ഉള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം അതിനെ എടുക്കുക ചെയ്യണേ. പിന്നെ ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് സെഡ് ബിലോങ്സ് ടു സെഡ് സച്ച് ദാറ്റ് എക്സ് സെഡ് ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ് ആൻഡ് സെഡ് യു ബിലോങ്സ് ടു ടി എന്ന് പറയണം. അതായത്
ഈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലെ ഒരു എലമെൻ്റ് ആണ് സ്മോൾ ലെറ്റർ സെഡ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് കോമ സെഡ് എന്ന് പറയുന്നത് നമ്മുടെ ആർ കോമ്പോസിറ്റ് എസ്സിലുണ്ടായിരിക്കും. പിന്നെ സെഡ് കോമ യു എന്ന് പറയുന്നത് നമ്മുടെ ടി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലുണ്ടായിരിക്കും. ഇനി ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് വൈ ബിലോങ്സ് ടു വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു വൈ ബിലോങ്സ് ടു എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ കോമ സെഡ് ബിലോങ്സ് ടു എസ് ആൻഡ് സെഡ് കോമ യു ബിലോങ്സ് ടു ടി. ഇങ്ങനെ പറയാൻ പറ്റും. അതായത് എന്താ, ഈ വൈ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിൽ ഒരു എലമെൻ്റാണ് സ്മോൾ ലെറ്റർ വൈ എങ്കിൽ നമുക്ക് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ ആർ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷനിൽ എക്സ് കോമ വൈ ഉണ്ടായിരിക്കും. പിന്നെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷനിൽ വൈ കോമ സെഡ് ഉണ്ടായിരിക്കും. ടി എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷനിൽ സെഡ് കോമ യു ഉണ്ടായിരിക്കും. ഇനി അടുത്ത് നോക്കൂ, ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് വൈ ബിലോങ്സ് ടു വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ കോമ യു ബിലോങ്സ് ടു എസ് കോമ്പോസിറ്റ് ടി. അതായത് ഈ വൈ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലെ ഒരു എലമെൻ്റാണ് സ്മോൾ ലെറ്റർ വൈ എങ്കിൽ നമുക്ക് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ ആണെന്ന് പറയാൻ പറ്റും. അത് ആറിലെ ഒരു എലമെൻ്റാണ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡേർഡ് പെയേഴ്സ്. അതേപോലെ എസ് നോട്ട് ടിയിലെ അല്ലെങ്കിൽ എസ് കോമ്പോസിറ്റ് ടിയിലെ ഒരു എലമെൻ്റാണ് അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ ആണ് വൈ കോമ യു എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ എക്സ് കോമ യു ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എ ബിലോങ്സ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കാൻ പറ്റുന്നത്. സെയിം അതേപോലെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി സബ്സെറ്റ് ഓഫ് ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി. ദെൻ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി സബ്സെറ്റ് ഓഫ് ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി ഈക്വൽ ടു ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി. ഈ ഒരു തിയറം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, നമ്മൾ ആകെ എക്സും വൈയും സെഡും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഞാൻ അഥവാ എക്സാമിന് അത് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കി നോക്കൂ. ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എക്സ് വൈ തന്നിട്ടുണ്ട്, അതിൻ്റെ റിലേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 3,5 വരെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് സെഡ് യു ഒക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓരോന്ന് എങ്ങനെയാണ് വരിക നിങ്ങൾ തന്നെ മനസ്സിലാക്കുക കേട്ടോ, ഓരോന്നും അങ്ങനെ നോക്കി നോക്കൂ. പിന്നെ ഇവിടെ ആർ കോമ്പോസിറ്റ് എസ് ചെയ്തിട്ടുണ്ട്. ആർ കോമ്പോസിറ്റ് എസ് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. ആർ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ഉണ്ട്, എസ് എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ഉണ്ട്. എക്സ് കോമ വൈ ആൻഡ് വൈ കോമ സെഡ് ആണെങ്കിൽ എക്സ് കോമ സെഡ് ആയിരിക്കും. ആ രീതിക്കാണ് നമ്മൾ ആർ കോമ്പോസിറ്റ് എസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി ചെയ്തു. അപ്പോൾ നമുക്കൊരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ എസ് കോമ്പോസിറ്റ് ടി ചെയ്തു. ദെൻ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി ചെയ്തു. ഒരു എന്താ പറയുക, ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി ഈക്വൽ ടു ആർ കോമ്പോസിറ്റ് എസ് കോമ്പോസിറ്റ് ടി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് എക്സാമ്പിളിലൂടെ പറയാം. വെറുതെ ഇങ്ങനെ എക്സാമ്പിൾ എഴുതി വെച്ചാൽ പോരാ, നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഓരോന്ന് നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എഴുതിയാൽ മാത്രമേ നമുക്കൊരു തിയറായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മറ്റത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിക്ക് എഴുതാം, പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടി വരുന്നു മാത്രം. ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ കേട്ടോ, ജസ്റ്റ് ക്ലിയർ ആവുന്നില്ലേന്ന്. ഇനി വേറൊരു തിയറാണ് ഇത്, നോക്കി നോക്കൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആർ കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് ഈക്വൽ ടു എസ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ആർ ഇൻവേഴ്സ്. ഇതും അതെ, നമുക്കൊരു പ്രൂഫ് എന്നുള്ള രീതിക്ക് പഠിക്കാനുണ്ട്. ഇതും അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത്ര ക്ലിയർ ആവാൻ വഴിയില്ല, കാരണം പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ക്ലിയർ ആവാത്തവർക്ക് നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റായിട്ട് എഴുതാം. ഇത് നോക്കി നോക്കൂ, ഇതിലെങ്ങനെയാണ് പറയുന്നത് നോക്കാം. എന്താ പറയുന്നത്? സ്മോൾ ലെറ്റർ എക്സ് ബിലോങ്സ് ടു എസ് ആൻഡ് വൈ ബിലോങ്സ് ടു വൈ ആൻഡ് സെഡ് ബിലോങ്സ് ടു സെഡ്. നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ്. ഇതൊക്കെ എന്താ ആർബിട്രറി എലമെൻറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തു അല്ലെങ്കിൽ അസ്യൂം ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടേ? ആർ കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം? എസ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ആർ ഇൻവേഴ്സ് ആൻഡ് എസ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ആർ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് ആർ കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്ന് കണ്ടു കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ അതായത് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. അതായത് എന്താണ്, ഇതേപോലെ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? സെഡ് കോമ എക്സ് ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ് ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു, നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ദെൻ എക്സ് കോമ സെഡ് ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ്. അതായത് എക്സും സെഡും നമ്മുടെ ആർ കോമ്പോസിറ്റ് എസ്സിൽ ബിലോങ് ചെയ്യുന്നതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ആർ
കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സിൽ സെഡ് കോമ എക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് സെഡ് കോമ എക്സ് ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഈ ഒരു ഇതിന് നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാ പറയുക. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എക്സ് കോമ സെഡ് ബിലോങ്സ് ടു ആർ കോമ്പോസിറ്റ് എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അപ്പോൾ there exists an element y belongs to y such that x, y belongs to r and y, z belongs to s. Then there exists an element y belongs to y such that y, x belongs to r inverse and z, y belongs to s inverse. ഇത് നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചോളൂ, മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, there exists an element y belongs to y such that x, y belongs to s inverse and y, x belongs to r inverse. ഇങ്ങനെയാണെങ്കിൽ z, x belongs to s inverse composite r inverse, r composite s inverse subset of s inverse composite r inverse, s inverse composite r inverse subset of ആർ കോമ്പോസിറ്റ് എസ് ഇൻവേഴ്സ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നോക്കി നോക്കൂ കേട്ടോ. ഇതൊരു എക്സാമ്പിളാണ്. എക്സ് വൈ സെഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ 3 സെറ്റ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് റിലേഷൻ എഴുതിയിട്ടുണ്ട്. നേരത്തെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ആറും എസ് ഒക്കെ നേരത്തെ അതേ കാര്യം തന്നെയാണ്. ഇനി ആദ്യം ആർ ഇൻവേഴ്സ് കണ്ടു. ആർ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ 1,2 ആണെങ്കിൽ 2,1 ആയിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും നമ്മൾ മാറ്റി എഴുതി. അതേപോലെ എസ് ഇൻവേഴ്സിനെ നമ്മൾ മാറ്റി എഴുതി. 2,5 ആണെങ്കിൽ 5,2 ആയിരിക്കും മാറ്റി എഴുതി. അതിനുശേഷം ആർ കോമ്പോസിറ്റ് എസ് കണ്ടെത്തി. ദെൻ ആർ കോമ്പോസിറ്റ് എസ് ഓൾ ഇൻവേഴ്സ് കണ്ടെത്തി. അതായത് 1,5 ആണെങ്കിൽ 5,1 ആയിരിക്കും. അതങ്ങനെ എഴുതി. പിന്നെ അടുത്തത് എസ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ആർ ആദ്യം നമ്മൾ കണ്ടെത്തി. എസ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് ആർ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഇതാ കണ്ടോ, എസ് ഇൻവേഴ്സും ഉണ്ട് ആർ ഇൻവേഴ്സും ഉണ്ട്. രണ്ടും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കോമ്പോസിറ്റ് കണ്ടെത്തി. നമുക്കൊരു ആൻസർ കിട്ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറം പ്രൂവായി. വെറുതെ ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ. അതിന് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എഴുതണം. എക്സാമ്പിളായിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതണം. ഇനി തിയറമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതുകയാണെങ്കിൽ അങ്ങനെ. ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഇതിൽ ജസ്റ്റ് റിലേഷൻ എന്താണ്, ജസ്റ്റ് 2 തിയറം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.